ഇനി നമുക്ക് കപ്പ് ഷവർമ ഉണ്ടാക്കാം. അതിനു വേണ്ടി മൈദയിലേക്ക് അല്പം ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി കുഴച്ച് എടുക്കുക. അതിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്ത് പത്തിരി വലിപ്പത്തിൽ പരത്തിയിട്ടെടുക്കുക. ഇനി അത് ഒരു ഗ്ലാസിൻ്റെ ബാക്ക് സൈഡിലിട്ട് നന്നായിട്ട് കപ്പ് ഷേപ്പിൽ ഒട്ടിച്ചിട്ടെടുക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ടൊന്ന് തട്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കിയിട്ടെടുക്കാം. അതിനു വേണ്ടി ചിക്കൻ മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അതല്ലെങ്കിൽ വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തത്. ഇനി അതിൽ നിന്ന് അല്പം ഓയിലെടുത്ത് അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പൊടിയായി അരിഞ്ഞ ക്യാബേജ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾക്ക് ഒരുപാട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് ഒന്ന് വഴട്ടിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ മയോണൈസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് മയോണൈസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ വേവിച്ച് വെച്ച ചിക്കൻ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മളെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒരു കപ്പ് എടുത്ത് അതിലേക്ക് ഈ മസാല ഫിൽ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായി അല്പം ടൊമാറ്റോ സോസും മയോണൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കപ്പ് ഷവർമയാണിത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.